കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം ഒരിക്കൽ കൂടി രംഗത്തു വരികയാണ്. അഥവാ രംഗത്തു വരാൻ അവരെ നിർബന്ധിതരാക്കുകയാണ്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, ഗോപിനാഥൻ എന്നിവർക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണിവർ. NM വിജയന്റെ മരുമകൾ പത്മജ നമുക്കൊപ്പമുണ്ട് തത്സമയം. പത്മജ, ഗുഡ് മോർണിംഗ് പത്മജ. എനിക്കറിയാം അത്ര നല്ല ഒരു പ്രഭാതമല്ല, കാരണം നിങ്ങളുടെ പ്രതീക്ഷയെ അസ്തമിച്ച ഒരു ദിവസമാണ് നിങ്ങൾ ഇന്നിരിക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കൾ നിങ്ങൾക്ക് നൽകിയ സമയം അവസാനിച്ചു. ആ സമയം കഴിഞ്ഞിട്ടും അവർ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെയുള്ള ഒരു സഹായം തന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്കുപാലിച്ചില്ലേ നേതൃത്വം പത്മജ? ഇല്ല, അവർ ഇപ്പോഴും ചെയ്തു തരാമെന്നാണ് മെനയാന്ന് രാവിലെയും കൂടെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ പ്രിയങ്ക ഗാന്ധിനെ ഞങ്ങളൊന്ന് കാണാൻ പോലും അവർ അനുവദിച്ചില്ല. അപ്പം അതിൽ നിന്നും ഞങ്ങളോട് അവർക്ക് എത്ര നിസ്സാരമായിട്ടാണ് അവർ ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ടതെന്ന് മനസ്സിലാവുമല്ലോ. പത്മജ, പ്രിയങ്ക ഗാന്ധിയെ കാണാൻ നിങ്ങൾ അവസരം ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞതവർ? ഞങ്ങൾ കഴിഞ്ഞ മാസവും മാഡം വന്ന സമയത്ത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെനയാന്ന് വൈകിട്ട് ഇവിടുത്തെ PA വിളിച്ചിട്ടുണ്ടായിരുന്നു. PA വിളിച്ചിട്ട് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, കാണണം, ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നെങ്കിലും കണ്ടോളാം എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് നമ്മളെ മനഃപൂർവ്വം, തന്ത്രപൂർവ്വം എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും ഒരു സൈഡിൽ നിർത്തിയിട്ട് മാഡം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മാഡം വണ്ടിയെടുത്ത് പോകുന്നതാണ് കണ്ടത്. ആരാണ് വന്ന് മാറ്റിയത്? ഇങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ കാണാതെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് നിങ്ങളെ മാറ്റിയത് ആരാണ്? ഞങ്ങളെ പുറത്ത് നിൽക്കുന്ന സമയത്ത് എന്നെ മാത്രം, നമ്മൾ ഫാമിലി ആയിരുന്നു പോയത്, പക്ഷേ എന്നോട് മാത്രം അകത്തേക്ക് കയറി വരാൻ പറഞ്ഞത് ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അത് പ്രിയങ്ക ഗാന്ധിയുടെ PA ആരെങ്കിലും ആയിരിക്കണം, ആരാന്ന് എനിക്ക് വ്യക്തമല്ല, മലയാളി ആയിരുന്നില്ല. എന്നോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നോട് ഒരു ചെയർ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അവിടെ ഇരുന്നോളൂ, വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞിരുന്നത് സംസാരിക്കാൻ പറ്റില്ല, ലെറ്റർ മാത്രം കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ തന്നെ ഒരു വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സംസാരിക്കാം, മാഡത്തിനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ. അപ്പോൾ പ്രിയങ്കയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് യഥാർത്ഥത്തിൽ ആ കൂടിക്കാഴ്ച നിഷേധിച്ചത് ഈ കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വമാണോ പത്മജ? അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും സംശയിക്കാം. കാരണം ആ ഒന്നാം പ്രതി എന്ന് പറഞ്ഞ ആളാണ് പ്രിയങ്കയുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ അവർ നമ്മളെ കാണാൻ ഇപ്പം ഒന്നെങ്കിൽ മാഡം അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. അതെ, IC ബാലകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആൾ സമ്മതിച്ചിട്ടുണ്ടാവില്ല, ഒന്നെങ്കിൽ മാഡം അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ചെയ്തത് ഒട്ടും ശരിയല്ല എന്ന് വേണം പറയാൻ. കറക്റ്റ്. പത്മജ, നമ്മൾ ഈ വാർത്ത വരുന്ന സമയത്ത് കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതിയാണ് വിജയനും ജിജേഷിൻ്റെയും മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പുറത്തു വന്ന വിവരങ്ങളോട് നിങ്ങൾ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് നിങ്ങൾ നിശബ്ദരാവുന്നതാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം നിങ്ങൾക്ക് 10 ലക്ഷം രൂപയോ മറ്റോ തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങളുടെ കടബാധ്യത 7 അയലത്ത് പോലും ആയില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. എത്ര രൂപയുടെ ബാധ്യതയുണ്ട് പത്മജ ഇപ്പോൾ നിങ്ങൾക്ക്? എന്താണ് തുടർന്ന് മാധ്യമങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം നിങ്ങൾക്ക് ഓഫർ ചെയ്തത്? സാറേ, ഇതെന്ന് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഒരു പ്രശ്നത്തിന് പോകുന്ന ആൾക്കാരല്ല. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ഒരു അക്രമകാരികളോ പ്രശ്നത്തിന് പോകുന്ന ആൾക്കാരോ ആയിട്ട് അല്ല. നമ്മൾ സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞങ്ങളോട് അവർ ചെയ്തത് ശരിക്കും നീതികേടാണ് ചെയ്തത്. ഞങ്ങൾ അച്ഛനെയും അനിയനെയും അവർ കൊന്നു എന്ന് വേണം പറയാൻ. ആ മനുഷ്യൻ അത്രയും വ്യക്തമായിട്ടൊരു കത്ത് എഴുതി വെച്ച് മരിച്ചിട്ട് പോലും ആ മനുഷ്യൻ്റെ ബോഡി പോലും ദഹിപ്പിക്കാനുള്ള ഒരു അവകാശം പോലും അവർ നിഷേധിച്ചിട്ടും ഞങ്ങൾ പ്രതികരിക്കാണ്ടിരുന്നത്, ആ 10 ദിവസം പ്രതികരിക്കാണ്ടിരുന്നത് ആ കത്തിലൊരു വാക്കാണ്, പാർട്ടിയെ കളങ്കപ്പെടുത്തരുത് എന്നുള്ള വാക്ക്. അത് ഞങ്ങൾ പാലിച്ചു. ആ 10 ദിവസം ഞങ്ങൾ ഇവിടെ കൊല ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് 11-ാമത്തെ ദിവസം നമ്മൾ ഈ പാർട്ടിക്ക് കത്ത് കൊടുക്കുന്നത്, പാർട്ടിക്കല്ല മീഡിയന് മുന്നിൽ കത്ത് കൊടുക്കുന്നത്. ഈ കത്ത് കൊടുത്തതിന് ശേഷം ഇത് പ്രശ്നം അതിരൂക്ഷമായി. എന്നിട്ട് പോലും നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഉപസമിതി വരെയും. ഹലോ, കേൾക്കാം പത്മജ. ഹലോ, ഉപസമിതി വരെയും ഉപസമിതിക്കാർ നമ്മളെടുത്ത് ഉറപ്പ് തന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പിന്നെയും നിശബ്ദരാവുകയാണ് ചെയ്തത്. അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല.
പിന്നെയും ഇവർ കുറേ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തന്നു. നമ്മൾ കൊടുത്തതിൻ്റെ ഒന്നും ആവില്ല 10 ലക്ഷം രൂപ. എന്നാലും അവരുടെ ഉറപ്പിൻ്റെ മുകളിൽ നമ്മൾ വിശ്വസിച്ച് നിന്നു. ഒരു കാര്യവും നമ്മൾ ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല. ഈ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പത്മജ പറയുന്നത്? പത്മജ ഇപ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ? കാരണം ഈ തുറന്നു പറയുന്നത് കൊണ്ട് കൂടുതൽ സഹായം നഷ്ടപ്പെടുമെന്നൊരു ഭയം പത്മജയ്ക്കും കുടുംബത്തിനുമുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ സഹായിക്കുമെന്ന്? പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു നിവൃത്തികേടാണത്. പ്രതീക്ഷയല്ല, നിവൃത്തികേട്. ഒരു 10 ദിവസം കൂടെ ഞാൻ സമയം കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ വാക്കിന് നമ്മൾ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ആ 10 ദിവസം കഴിഞ്ഞിട്ടും അവർ ചെയ്ത് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ ഞങ്ങളുടെ മക്കളുടെ ഭാവി മാത്രം നോക്കിയാൽ മതി. അത് ഇന്നലെ തന്നെ സാറിന് അറിയാലോ, ഒരു MP-നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എത്ര സമയം വെയിറ്റ് ചെയ്തു, എന്നിട്ട് നമ്മളൊരു പ്രശ്നത്തിന് പോയിട്ടില്ല. അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഒരു വാക്കിന് നമ്മളൊരു വില കൽപ്പിക്കുന്നത് കൊണ്ട് ഒരു 10 ദിവസം കൂടെ ഞാനാണ് അവർക്ക് ഇന്നലെ ടൈം കൊടുത്തത്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അവർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് പറയട്ടെ ചെയ്യാൻ പറ്റില്ല എന്ന്. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. പിന്നെ അവരുടെ മുഖം രക്ഷിക്കേണ്ട കാര്യം 10 ദിവസം കഴിഞ്ഞ് പത്മജയും വിജേഷും അങ്ങനെയാണെങ്കിൽ തുറന്ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരും മാധ്യമങ്ങളോട് എന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും അതിലേക്ക് ഇപ്പോൾ എന്തായാലും പത്മജ പോകുന്നില്ല. കാരണം ഇത്ര ഞങ്ങളുടെ ഇപ്പൊ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നിവൃത്തികേടാണത്. മനസ്സിലായി. ഈ ആരാണ് പത്മജ നിങ്ങളെ ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണമെന്ന് വെച്ചാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ KPCC അധ്യക്ഷനെ കണ്ടു, കത്ത് കൊടുത്തു. അത് ആദ്യം അദ്ദേഹം കണ്ടില്ല എന്ന് പറഞ്ഞു, പിന്നീട് അത് ഓർമ്മക്കുറവാണെന്ന് പറഞ്ഞു, പിന്നീട് കണ്ടു എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ടി സിദ്ദീഖ് അടക്കമുള്ളവർ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ IC ബാലകൃഷ്ണനും ഈ പറയുന്ന ND അപ്പച്ചനും അവിടെ DCC നേതൃത്വവും ഒക്കെയുണ്ട്. ഇവരൊക്കെ ഇടപെട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? ഇവിടെ ആരാണ് ഇതിനെ നിങ്ങളെ വലയ്ക്കുന്നത് ഇപ്പോഴും? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സിദ്ദീഖ് MLA ആണ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അന്ന് DCC ഉദ്ഘാടനത്തിന് പോയതിനു ശേഷം നമ്മളെ കോളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുവരെ കോൾ അറ്റൻഡ് ചെയ്യാൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം കോൾ അറ്റൻഡ് ചെയ്യുന്നതുമൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് NM വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചത് അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടുകൊണ്ടാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള NM വിജയൻ്റെ കുടുംബത്തിനെ സഹായിക്കേണ്ട എന്നവർ പരോക്ഷമായിട്ട് പറഞ്ഞത് നമുക്ക് കേട്ടതാണ് നമ്മൾ. അപ്പോൾ അവർ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിൽ. ഒന്നെങ്കിൽ വിജയൻ്റെ കുടുംബം ഒന്നടങ്കം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നെന്ന് ആശിക്കുന്നവരായിരിക്കണം. അതിന് ഞങ്ങൾ തയ്യാറല്ല. ഒരു സാധാരണക്കാരനെ ഇങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ, അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരന് എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിക്കൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്തിട്ട് തോൽവി എന്നുള്ളതിൻ്റെ അവിടെ മാത്രമേ നമ്മൾ ആത്മഹത്യനെ പറ്റി ചിന്തിക്കുള്ളൂ. ഇത്രയും ദിവസമായിട്ടും അച്ഛൻ്റെ കത്തിനെ പറ്റി പറഞ്ഞിട്ടും തെളിവില്ല എന്ന് പറഞ്ഞിട്ടും ഒക്കെ നമ്മൾ അപമാനിതരായിട്ട് തല കുനിച്ച് നിന്നിട്ടേ ഉള്ളൂ. ഇന്നലെ അത്രയും നിവർത്തികേടുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ പേര് പറയേണ്ടി വന്നത്. സാറൊന്ന് വിചാരിച്ച് നോക്കി നോക്കണം, നമ്മളിങ്ങനെ ഡെയിലി തോറ്റുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്തവർ വെള്ളം ഇട്ടിട്ട് കൂളായിട്ട് ബത്തേരി ടൗണിൽ കൂടെ നടക്കുന്നു. ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇതിനുശേഷം IC ബാലകൃഷ്ണൻ നിങ്ങളോട് ഒന്നും സംസാരിച്ചിട്ടില്ലേ പത്മജ? ഇല്ല, ഞങ്ങൾക്ക് കാണാൻ പോലും താല്പര്യമല്ല, ഞങ്ങളോട് സംസാരിച്ചിട്ടുമില്ല. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പത്മജ? അതേ സാമ്പത്തികമായി? അതെ, സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവർക്ക് ബാങ്ക് ത്രൂ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ 2.5 കോടി എന്ന് പറയുന്നത് നമ്മളെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് തരാൻ പറയുന്നതല്ല. എല്ലാം ബാങ്കിൽ ഇടപാടുകളാണ്. അവർക്ക് അന്വേഷിച്ചിട്ട് അവർ ജെനുവിനാണെന്ന് അവർക്ക് മനസ്സിലാക്കിയ സത്യങ്ങളാണ് അതെല്ലാം. അത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ പോട്ടെ, അവരുടെ അർബൻ ബാങ്കിലുള്ളത് അവർക്ക് ഒരു ഫോൺ കോളിൻ്റെ പുറത്ത് ഒതുക്കി തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? എന്തിനാണ് ഈ ലാഗ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പണമെല്ലാം അച്ഛൻ കൊടുത്തിരുന്നത് ഈ പറയുന്ന നേതാക്കന്മാരുടെ തട്ടിപ്പിനറിയാതെ അച്ഛൻ ഇരയായതിനെ തുടർന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 3 DCC പ്രസിഡന്റ് ഭാരവാഹികൾക്കും അതിൽ കൃത്യമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് പത്മജ?
അതെ. പത്മജ, ഈ കൂടുതൽ കാര്യങ്ങൾ പത്മജയ്ക്ക് തുറന്നു പറയണമെന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാണ്. അല്ല എങ്കിൽ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. ശരി, തീർച്ചയാണ്. ശരി പത്മജ, എന്തായാലും പത്മജയ്ക്ക് അത് കിട്ടണം. ഞങ്ങളും പത്മജയെ നിർബന്ധിക്കുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് നിങ്ങളുടെ പ്രശ്നത്തെ മനസ്സിലാക്കാൻ കഴിയണം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ അവസാന നിമിഷം വരെയും വിശ്വസിച്ച ഒരു നേതാവിൻ്റെ മരുമകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിലൊക്കെ കൃത്യമായ ഇടപെടൽ പാർട്ടിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നു. പാർട്ടി ഇടപെടട്ടെ, അതിനുശേഷം പത്മജ വരൂ, നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും അത് പുറം ലോകം കേൾക്കണം, എന്താണ് അച്ഛന് സംഭവിച്ചതെന്നുള്ളത്. അതല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നം ഏറ്റെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറാവുക എന്നാണ് വേണ്ടത്. ഇനിയും ആ കുടുംബത്തെ ഇങ്ങനെ കണ്ണീരിൽ ആഴ്ത്തരുത്.